പ്രണയിക്കുമ്പോഴും ഒന്നിച്ച് ജീവിക്കുമ്പോഴും പങ്കാളികൾ തമ്മിൽ പല സ്വകാര്യ നിമിഷങ്ങളും ഉണ്ടാകാം. ചിലരൊരു കൗതുകത്തിന് അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഈ ഫോട്ടോകൾ എടുക്കുന്നത് സ്ത്രീകളുടെ അറിവോടെ തന്നെയാകാം. പിന്നീട് ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ അത് കാട്ടി ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോഴാണ് പല സ്ത്രീകളും ചതി തിരിച്ചറിയുന്നത്. രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസിന് പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. ഡൽഹിയിലെ സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥിയായ രാംകേഷ് മീണയെ കൊലപ്പെടുത്തിയത് ലിവിംഗ് പങ്കാളിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിൻ്റെ പക വീട്ടിലായിരുന്നു. കേസിൽ യുവതിയും മുൻ കാമുകനും സുഹൃത്തും പിടിയിലായത് സംഭവം നടന്ന് 3 ആഴ്ചയ്ക്ക് ശേഷം. ഇതോടൊപ്പം കോട്ടയത്ത് യുവാവിൻ്റെ അപകട മരണത്തിലെ ദുരൂഹതയും മറന്നീക്കി പുറത്തു വരണം. ജയന് അവസാനം വന്ന ആ ഫോൺ കോൾ മരണത്തിലേക്കുള്ള വിളിയായിരുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നവുമായി യു.പിയിൽ നിന്നും രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയതാണ് രാംകേഷ് മീണ എന്ന ചെറുപ്പക്കാരൻ. ഡൽഹിയിൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചായിരുന്നു പരിശീലനം. അതിനിടെ പരിചയപ്പെട്ട അമൃത എന്ന ഡിഗ്രി വിദ്യാർത്ഥിനിയുമായി അയാൾ അടുക്കുന്നു. പിന്നീട് ലിവിംഗ് റിലേഷൻ. ഈ മാസം 5-ന് മീണയെ അപ്പാർട്ട്മെൻറ്റിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാവരും അറിയുന്നത്. എന്നാൽ യുവാവിൻ്റെ മരണത്തിൽ ആർക്കും ആദ്യം സംശയമൊന്നും തോന്നിയില്ല. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേസിൻ്റെ ചുരുളഴിച്ചു. പങ്കാളി അമൃതയും ഇവരുടെ മുൻ കാമുകൻ സുമിത് കശ്യപും സുഹൃത്ത് സന്ദീപ് കുമാറും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ കൊലപാതകം. യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിൻ്റെ പകവീട്ടലാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതികൾ മൊഴി നൽകി. ഈ മാസം 5-നാണ് പ്രതികളായ സുമിത്തും സന്ദീപും അമൃതയും രാംകേശ് താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. ഫ്ളാറ്റിൽ സുമിത്തും സന്ദീപും ചേർന്ന് രാംകേശിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പിച്ചതോടെ മൃതദേഹം കത്തിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി എണ്ണയും നെയ്യും വൈനും മൃതദേഹത്തിൽ ഒഴിച്ചു. പിന്നാലെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറും തുറന്നിട്ടു. മുറിയിൽ ഗ്യാസ് നിറഞ്ഞതോടെ ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തിയ ശേഷം പ്രതികൾ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. തുടർന്ന് പ്രതികൾ ഫ്ളാറ്റിൽ നിന്ന് പോയതിന് പിന്നാലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വലിയ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. ഫ്ളാറ്റിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് രാംകേശിന്റെ 2 ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കും പ്രതികൾ കൈക്കലാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു. തന്റെ സ്വകാര്യ ചിത്രങ്ങൾ കാമുകൻ മീണ രഹസ്യമായി സൂക്ഷിച്ചതിന്റെ വിരോധമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. മീണയും അമൃതയും കഴിഞ്ഞ മെയ് മുതലാണ് അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് താമസം ആരംഭിച്ചത്. അതിനിടെ തന്റെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും മീണ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിട്ടുള്ളതായി അമൃത കണ്ടെത്തി. ഇവ ഡിലീറ്റ് ചെയ്യണമെന്ന് അമൃത പലതവണ ആവശ്യപ്പെട്ടിട്ടും മീണ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നാണ് മീണയെ കൊല്ലാൻ അമൃത പദ്ധതിയിട്ടത്. ഇതിനായി മുൻ കാമുകൻ സുമിത്തിനെ അമൃത ബന്ധപ്പെടുകയായിരുന്നു. ഡിഗ്രി ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥിയായ അമൃതയുടെ അറിവും പാചകവാതക വിതരണക്കാരനായ സുമിത്തിന്റെ വൈദഗ്ധ്യവും ഉപയോഗിച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന് ശേഷം ഫ്ളാറ്റിന് തീയിട്ട് തീപിടുത്തം മൂലമുള്ള അപകടമരണമായി ചിത്രീകരിക്കാനായിരുന്നു ശ്രമം. സുമിത്ത് സുഹൃത്ത് സന്ദീപിനെയും കൂട്ടി അപ്പാർട്ട്മെന്റിലെത്തിയാണ് കൊലപാതകം നടത്തിയത്. തീപിടുത്തത്തിലുണ്ടായ മരണമെന്ന് ആദ്യം കരുതിയെങ്കിലും ദുരൂഹത ആരോപിച്ച് മീണയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് സത്യം പുറത്തുവന്നത്. തീപിടുത്തമുണ്ടായ ദിവസം അപ്പാർട്ട്മെന്റിൽ 2 പേർ മുഖം മറച്ചെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. പുലർച്ചെ 2:45-ന് അമൃതയും ഒരാളും പുറത്തേക്ക് പോകുന്നത് കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് അപ്പാർട്ട്മെന്റിൽ സ്ഫോടനം നടന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുമിത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയതായി തെളിഞ്ഞു. രക്ഷപ്പെടുന്നതിന് മുൻപ് സംശയം ഒഴിവാക്കാൻ ഇരുമ്പ് ഗേറ്റിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഫ്ളാറ്റ് അകത്തുനിന്ന് പൂട്ടി. CCTV ദൃശ്യങ്ങളിൽ കണ്ട യുവതി രാംകേശിനൊപ്പം താമസിച്ചിരുന്ന അമൃത ചൗഹാനാണെന്ന്
പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. തീപിടുത്തമുണ്ടായ സമയം അമൃത ഇവിടെ ഉണ്ടായിരുന്നതായി മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധനയിലും സ്ഥിരീകരിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ രാംകേശിനെ കൊലപ്പെടുത്തിയതാണെന്ന് അവർ വെളിപ്പെടുത്തി. പിന്നാലെ മുൻ കാമുകൻ സുമിത് കശ്യപിനെയും സന്ദീപ് കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തെളിവുകൾ നശിപ്പിക്കാനായി അപ്പാർട്ട്മെന്റിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ മീണയുടെ ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പുകൾ, മറ്റു വസ്തുക്കൾ എന്നിവ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. ഇവരുടെ മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് കോട്ടയം കടപ്ലാമറ്റ സ്വദേശി ജയൻ ആ രാത്രിയിൽ അവിടെ എത്തിയത്. അവിടെ വെച്ച് ജയനും കൂട്ടുകാരും തമ്മിൽ എന്തോ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ആ സമയം ബഹളം കേട്ടതായി സമീപത്ത് താമസിക്കുന്നവർ പറയുന്നു. പിന്നീട് അറിഞ്ഞത് ജയന്റെ മരണവാർത്തയാണ്. എന്തായിരിക്കും ആ രാത്രി അയാൾക്ക് സംഭവിച്ചത്? യുവാവിൻ്റെ മരണം കൊലപാതകമെന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. വാഹനം ഇടിച്ച നിലയിൽ സുഹൃത്തുക്കളാണ് ജയനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വാക്കുതർക്കത്തിനിടെ യുവാവിനെ സുഹൃത്തുക്കൾ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പത്താം തീയതി രാത്രിയുണ്ടായ സംഭവങ്ങളിലാണ് ദുരൂഹത ആരോപിച്ച് കടപ്ലാമറ്റം സ്വദേശി ജയന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നത്. പ്രകാരമാണ് ജയൻ പുറത്തേക്ക് പോയത്. 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് അമ്മയെ അറിയിച്ചിരുന്നു. എന്നാൽ ജയന് അപകടമുണ്ടായെന്നും ഇതിനെ തുടർന്ന് മരിച്ചുവെന്നും സുഹൃത്തുക്കൾ കുടുംബത്തെ വിവരമറിയിക്കുകയായിരുന്നു. ജയന്റെ ഫോണിൽ സുഹൃത്തുക്കൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ടെന്ന് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. അജ്ഞാത വാഹനം ഇടിച്ചാണ് മരണം എന്ന സുഹൃത്തിന്റെ തന്നെ വാഹനം ഇടിച്ചാണ് അപകടം എന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കുടുംബത്തിന്റെ സംശയത്തിന്റെ കാരണം ഇതൊക്കെയാണ്. വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞാണ് എന്നെ എൻ്റെ കൂട്ടുകാരൻ എന്നെ ഫോണിൽ പിടിച്ചു പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അനിയനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവനും പറഞ്ഞു, ജയന് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ചേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്. അന്നേരം അവൻ പറഞ്ഞ് എനിക്ക് വായിക്കില്ല ചേട്ടാ, എവിടെ വെച്ചാണ് പോകുന്നത്. പിന്നെ രണ്ടാമത് വിട്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ചേട്ടാ ഇവനെ വയലായി വെച്ചാണ് ആക്സിഡന്റ്. രാത്രി ഞങ്ങൾ പിന്നെ കൂട്ടുകാരെ വിളിച്ചു ഇവരാരും ഫോൺ എടുക്കുകയോ ഇതിനെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ല. സംഭവ സ്ഥലത്ത് വെച്ച് സുഹൃത്തുക്കൾ ജയനുമായി വാക്തർക്കമുണ്ടായതായി കുടുംബം ആരോപിക്കുന്നു. ജയന്റെ നിലവിളി കേട്ടതായി സമീപവാസികൾ പറഞ്ഞതായും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന് കുടുംബം പരാതി നൽകി. അപ്പം അവരെന്തെങ്കിലും ഓരോ എന്തുവാനും തട്ടിയെന്നാ പറഞ്ഞത്. എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ വണ്ടി തട്ടിട്ട് പോയി, വണ്ടി കിടന്ന് ഞങ്ങൾ എന്നിട്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവസ്ഥ. ജയന്റെ ശരീരത്തിലെ പാടുകളെക്കുറിച്ച് കുടുംബം അസ്വാഭാവികത സംശയിക്കുന്നുണ്ട്. ഇയാളുടെ പോസ്റ്റ്മോർട്ടം ഫലം ഇനിയും ലഭിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു. പരാതി പാലാ ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ബൈക്ക് മറിഞ്ഞ് അപകടമുണ്ടായാൽ സാധാരണ അതിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാറില്ല. എന്നാൽ ഇൻഷുറൻസ് കിട്ടാൻ ചില തട്ടിപ്പ് രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിനായി റോഡ് ആക്സിഡൻ്റ് ആക്കി മാറ്റും. FIRും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും സാക്ഷിമൊഴികളും വ്യാജമായി സൃഷ്ടിക്കും. FIR ഇടുന്നതിന് കോടതിയെപ്പോലും കബളിപ്പിക്കും. അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഡോക്ടർമാരും ഉൾപ്പെടുന്ന സംഘം ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തുന്ന രീതിയാണിത്. ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടുന്ന ഉത്തരവിൻ്റെ മറവിൽ പോലീസ് ഒത്താശയിലാണ് ഈ ഏർപ്പാട്. 9 പോലീസ് ഉദ്യോഗസ്ഥരും 3 സർക്കാർ ഡോക്ടർമാരും ഒരു അഭിഭാഷകനും ഉൾപ്പെടെ 66 പ്രതികളാണ് കേസിലുള്ളത്. ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനത്തിൽ നിന്നാണ് വീണ് അപകടമുണ്ടാകുന്നതെങ്കിലും നേരത്തെ കണ്ട വീഡിയോയിൽ ഇതുപോലെ അപകടമുണ്ടായാൽ അത് റോഡ് അപകടമായി കണക്ക് കൂട്ടില്ല. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുമില്ല. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവായി മാത്രമേ അത് കണക്കാക്കപ്പെടൂ.
ക്ലെയിം ലഭിക്കണമെങ്കിൽ ഇതുപോലെ വാഹനങ്ങൾ കൂട്ടിമുട്ടി അപകടങ്ങൾ ഉണ്ടാകണം, പരിക്കേൽക്കണം. അതിനു മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. അതുകൊണ്ടാണ് അത്തരം അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അതിനുവേണ്ടിയുള്ള വ്യാജരേഖകൾ നിർമ്മിക്കപ്പെടുന്നത്. നെയ്യാറ്റിൻകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലാണ് ഇൻഷുറൻസ് കമ്പനികൾ തെളിവുകൾ സഹിതം ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളുടെ രേഖകളുടെ പിൻബലത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തട്ടിപ്പ്. വ്യാജ എഫ്ഐആറുകൾ തയ്യാറാക്കപ്പെടുന്നു, വ്യാജ സാക്ഷികളും മഹസർ സാക്ഷികളും സൃഷ്ടിക്കപ്പെടുന്നു. കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ടാണ് എഫ്ഐആർ ഇടുന്നതെന്നാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശി അഖിലിന് 2016 ഓഗസ്റ്റ് 9 ബൈക്കിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുന്നു. സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രേഖകളിൽ ബൈക്കിൽ നിന്ന് വീണതെന്ന് രേഖപ്പെടുത്തി. ഗുരുതര പരിക്കിനെ തുടർന്ന് അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ എത്തിയപ്പോൾ അത് രേഖകളിൽ റോഡ് ആക്സിഡന്റായി മാറി. മാസങ്ങൾക്കു ശേഷം കാട്ടാക്കട മജിസ്ട്രേറ്റ് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. കാട്ടാക്കട പോലീസ് എഫ്ഐആർ ഇട്ടു. കാട്ടാക്കട സതീഷ് കുമാർ ആയിരുന്നു അഖിലിന്റെ അഭിഭാഷകൻ. അപകടം നടന്ന കാട്ടാക്കട എഫ്ഐആറിൽ നെയ്യാറ്റിൻകരയായി മാറി. നെയ്യാറ്റിൻകരയിലൂടെ അഖിൽ നടന്നു പോകുമ്പോൾ KL01 AG 7333 എന്ന നമ്പറിലുള്ള ബൈക്ക് അഖിലിനെ ഇടിച്ചിട്ടെന്നായി കഥ. അഖിലിന്റെ അച്ഛന്റെ മൊഴി പോലീസ് എടുത്തു. പരാതി ശരിയെന്ന് സ്ഥാപിച്ചു. KL01 AG 7333 മംഗലത്തുകോണം സ്വദേശി ചന്ദ്രന്റെ പേരിലുള്ള വാഹനമാണ്. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ചന്ദ്രന്റെ വാഹനം മറ്റു 4 അപകട കേസുകളിൽ കൂടി ചേർത്തു. ആര്യങ്കോട് പോലീസ് ക്രൈം നമ്പർ 1294/17, പാറശാല ക്രൈം 76/17, കാട്ടാക്കട ക്രൈം 211/19, കാട്ടാക്കട ക്രൈം 596/19. ഇതിൽ 2 കേസുകളിൽ ചന്ദ്രൻ ഡ്രൈവറായിരുന്നു, അതായത് കേസിലെ പ്രതി. മറ്റു 2 കേസുകളിൽ ബൈക്കിന് പിന്നിൽ ഇരുന്നയാളായി. എല്ലാത്തിലും അഭിഭാഷകനായി കാട്ടാക്കട സതീഷ് കുമാർ തന്നെ. ബാലരാമപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത 1715/17 എന്ന കേസിൽ അപകടമുണ്ടാക്കിയ വാഹനമായി കാണിച്ചത് KL20J 4597. അഖിലിന്റെ കേസിൽ വാദിഭാഗം അഭിഭാഷകനായി വന്ന അതേ സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം. ഈ കേസിൽ വാദിക്ക് വേണ്ടി ഹാജരായതും കാട്ടാക്കട സതീഷ് കുമാർ, അതായത് പ്രതിയും വാദിയുടെ അഭിഭാഷകനും ഒരാളെന്ന അപൂർവത. 2,40,000 രൂപയാണ് കേസിൽ ഇൻഷുറൻസ് തുകയായി തട്ടിയെടുത്തത്. മാറനല്ലൂർ ക്രൈം 502/17 ഹാജരാക്കിയത് സതീഷിന്റെ ബൈക്ക്. അതിൽ പ്രതിസ്ഥാനത്ത് വന്നത് സതീഷിന്റെ ജ്യേഷ്ഠന്റെ മകൻ വിപിൻ കുമാർ. മലയൻകീഴ് സ്വദേശി അജയ്കുമാറിന് അപകടം പറ്റിയെന്നായിരുന്നു ഈ കേസ്. ഇതേ അജയ്കുമാറിന്റെ മകൻ കിരണിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിച്ചായിരുന്നു മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ്. 22 വയസ്സ് മാത്രമുള്ള കിരണിന്റെ മെഡിക്കൽ രേഖകൾ 38-കാരനായ വിജയകുമാർ എന്നയാൾ അപകടത്തിൽപ്പെട്ടെന്നാക്കി. ക്രൈം നമ്പർ 501/17. ഇതുവരെ കണ്ടത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രദേശത്ത് മാത്രം നടന്ന തട്ടിപ്പുകളുടെ കഥയാണ്. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഇടപാടും ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കലുമാണ്. തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ, ന്യൂസ് 18. 2022 പുറത്തിറങ്ങിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമ പറഞ്ഞത് മോട്ടോർ വാഹന അപകട ഇൻഷുറൻസിന്റെ തട്ടിപ്പ് കഥയാണ്. മുകുന്ദനുണ്ണി എന്ന അഭിഭാഷകനാണ് അതിൽ തട്ടിപ്പിന്റെ സൂത്രധാരൻ. പോലീസ് ഉദ്യോഗസ്ഥനും ആശുപത്രി ജീവനക്കാരും ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികളുമൊക്കെ തട്ടിപ്പിന് സഹായം ചെയ്യുന്നുണ്ട്. തലസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ഇൻഷുറൻസ് തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി കാട്ടാക്കട സ്വദേശി അഡ്വക്കേറ്റ് സതീഷ് കുമാർ എന്നാണ് പരാതി. അയാളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കേസിൽ പ്രതികളാണ്. അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇൻഷുറൻസ് തട്ടിപ്പെന്നാണ് പരാതി. സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം 1 കേസുകളിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളുടെ അടുത്ത ബന്ധുക്കളും അവരുടെ വാഹനങ്ങളും കേസുകളുടെ ഭാഗമാണ്. സതീഷ് കുമാറിന്റെ ജ്യേഷ്ഠൻ വിജയകുമാറിന്റെ മകൻ പ്രതിയായ 502/17 നമ്പർ കേസിൽ ഉപയോഗിച്ചത് സതീഷിന്റെ വാഹനം. എന്നാൽ തട്ടിപ്പിനെ പറ്റി അറിയില്ലെന്നും സീനിയർ അഭിഭാഷകൻ കൈകാര്യം ചെയ്ത കേസുകൾ തന്റെ പേരിലായതാണെന്നും സതീഷ് കുമാർ. എന്റെ കേസല്ല അതല്ല എന്റെ കേസൊന്നുമല്ല. ഞാൻ വാദിയായിട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസ്, അത് അവൻ 80% ഡിസബിലിറ്റിയിൽ ബെഡ്രിഡൻ ആണ്. എന്റെ ഓഫീസിലിരുന്ന സീനിയർ അഭിഭാഷകനാണ്. 84 വയസ്സായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് എന്നിൽ വക്കാലത്ത് വരുന്നത്. പക്ഷേ വക്കാലത്ത് വന്നത് ഏകദേശം എല്ലാ കേസും നമുക്ക് തോന്നിയിട്ടുള്ള കേസുകൾ വാദി പ്രതികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് സെറ്റിൽ ആക്കിയിട്ടുണ്ട്. വിപിൻ കുമാറിന്റെ അച്ഛൻ വിജയകുമാർ പ്രതിയായി 7, വാദിയായി 1 കേസുമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല കേസുകളിലെ കുടുംബ ബന്ധം.
വിജയകുമാറിന്റെ മകൾ വിജി, വിജിയുടെ ഭർത്താവ് വിജോയ് എന്നിവർ വാദിയും പ്രതിയുമായൊക്കെ കേസുകളുണ്ട്. വിജിയുടെ കാറും വിജോയുടെ ബൈക്കുമൊക്കെ അപകടമുണ്ടാക്കിയ വാഹനങ്ങളായി രേഖകളിൽ മാറി. കുറ്റിച്ചേർ സ്വദേശി പൊന്നയ്യന്റെ മകൻ അശോകൻ പ്രതിയായി 4 കേസുകളും പരാതിക്കാരനായി 1 കേസുമുണ്ട്. അശോകന്റെ ഭാര്യ ബിന്ദുവാണ് മറ്റൊരു കേസിലെ പരാതിക്കാരി. അമ്പൂരി സ്വദേശി ഷീബയുടെ പേരിലുമുണ്ട് വാദിയായി 5 കേസുകൾ. വെള്ളനാട് സ്വദേശി ഹാരിസിന്റെ മകൻ അരുൺകുമാറാണ് മറ്റൊരു പ്രധാനി. പല കേസുകളിലും വാദിയായും പ്രതിയായും വാഹനോടമയായും ഒക്കെ അരുൺകുമാറിനെ കാണാം. പല കേസുകളിലെയും പ്രതികൾക്ക് ഒന്നിലധികം പേരുകളുണ്ട്. ഒരാളുടെ പേരിലുള്ള മെഡിക്കൽ രേഖകൾ മറ്റൊരാളുടെ പേരിലാക്കി ആൾമാറാട്ടം നടത്തിയും തട്ടിപ്പ് നടന്നതായി ഹർജിയിൽ ആരോപിക്കുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സിനിമാ കഥയെ പോലും വെല്ലുന്ന തട്ടിപ്പായിരുന്നു തിരുവനന്തപുരം കവടിയാറിൽ കോടികൾ വിലമതിക്കുന്ന ആഡംബര വസതി വിൽപ്പന നടത്തിയ കേസ്. ഉടമ അറിയാതെ വ്യാജരേഖകൾ ഉണ്ടാക്കി വസ്തുവും വീടും തട്ടിയെടുത്തതിന് പിന്നിൽ വൻ ആസൂത്രണമാണ് നടന്നത്. തലസ്ഥാന നഗരത്തിലെ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ പ്രതിയായ കേസിൽ ഒടുവിൽ മുഖ്യ സൂത്രധാരനും പിടിയിലായി. നേരത്തെ അറസ്റ്റിനായ അനന്തപുരി മണികണ്ഠന്റെ സുഹൃത്തും തട്ടിപ്പിന്റെ ആസൂത്രകനുമായ അനിൽ തമ്പിയാണ് മ്യൂസിയം പോലീസിന്റെ പിടിയിലായത്. സമാനമായ മറ്റെന്തെങ്കിലും ഇടപാടുകൾ അനിൽ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരം സ്വദേശിനി ഡോറ അസിയറയുടെ ഉടമസ്ഥതയിലുള്ള കവടിയാറിലെ ആഡംബര വസതി വ്യാജ പ്രമാണം നിർമ്മിച്ച് തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയാണ് അനിൽ തമ്പി. അനിലിനെ മ്യൂസിയം പോലീസാണ് പിടികൂടിയത്. വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അനിലിനെ വിദഗ്ധമായി അന്വേഷണ സംഘം കൊടുക്കുകയായിരുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കിയ കേസിൽ നേരത്തെ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനുമായി ഗൂഢാലോചന നടത്തി കോടികൾ വിലമതിക്കുന്ന വസതി തമ്പി തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം. 2013 മുതൽ ജവഹർ നഗറിലെ ഡോറയുടെ വസതി കൈവശപ്പെടുത്തണമെന്നാഗ്രഹമുള്ള അനിൽ തമ്പി പലവട്ടം വസ്തു വിൽക്കുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടും വസ്തുവിന്റെ ഉടമ വിൽക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഏത് വിധേനയും വസ്തു കൈക്കലാക്കണമെന്ന ഉദ്ദേശത്തോടെ സുഹൃത്തായ മണികണ്ഠനെ സമീപിക്കുകയായിരുന്നു. ഈ സമയം സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടിരുന്ന മണികണ്ഠൻ അപ്രതീക്ഷിതമായി ലഭിച്ച കച്ചിത്തുരുമ്പായി ഇടപാടിനെ കാണുകയും തുടർന്ന് അനിൽ തമ്പിയിൽ നിന്ന് 40 ലക്ഷം രൂപ അഡ്വാൻസായി കൈപ്പറ്റുകയുമായിരുന്നു. അനിലിന്റെ ഭാര്യാപിതാവും കേസിലെ പ്രതിയുമായ ചന്ദ്രസേനന് വ്യാജരേഖകൾ ചമച്ച് കോടികൾ വിലമതിക്കുന്ന വസ്തു വിലയാധാരമായി എഴുതി നൽകാൻ തിരക്കഥ തയ്യാറാക്കിയിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ അനിൽ തമ്പി 1,60 ലക്ഷം രൂപ മണികണ്ഠന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ മ്യൂസിയം പോലീസിന് ലഭിച്ചു. ചന്ദ്രസേനൻ അനിൽ തമ്പിയുടെ ബിനാമിയായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സമാനമായ മറ്റെന്തെങ്കിലും ഇടപാടുകൾ അനിൽ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാർ അവിടെ എത്രത്തോളം സുരക്ഷിതരാണ്? നമ്മുടെ പല ബന്ധുക്കളും സുഹൃത്തുക്കളും UK, അയർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് നേരെ വംശീയാധിക്ഷേപവും ആക്രമണവും വർദ്ധിക്കുന്നതോടെ പലരും ഇപ്പോൾ ആശങ്കയിലായിരിക്കും. UK-യിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അല്പം ഭയപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ വംശജയെ വംശീയമായി അധിക്ഷേപിക്കുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തെന്നാണ് പുതിയ പരാതി. വെസ്റ്റ് മിഡ്ലാൻഡിൽ വെച്ചാണ് 20-കാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. CCTV പതിഞ്ഞ പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. ശനിയാഴ്ചയാണ് സംഭവം പുറത്തറിയുന്നത്. ലൈംഗികാതിക്രമത്തിനിരയായ ശേഷം നിസ്സഹായയായ യുവതി വഴിയിലിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് യുവതിയെ സുരക്ഷിത സ്ഥലത്തെത്തിച്ച് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് പരിസര പ്രദേശങ്ങളിലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 30 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ ചിത്രങ്ങൾ പോലീസ് കണ്ടെത്തുകയും പുറത്തുവിടുകയും ചെയ്തു. അക്രമി ഇരുണ്ട വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. പ്രതിയെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പ്രദേശവാസികളോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവതിക്കെതിരെ ഭയാനകമായ ആക്രമണമാണ് നടന്നതെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന മുതിർന്ന പോലീസ് ഓഫീസർ പറഞ്ഞു. പ്രതിയെ എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്ന തരത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുമുണ്ട്. പ്രദേശത്ത് സംശയകരമായി പെരുമാറിയ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2 മാസത്തിനിടെ വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ 20 വയസ്സുള്ള 2 യുവതികൾ പീഡനത്തിനിരയായിരുന്നു. അക്രമികളെ അടിയന്തരമായി കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ്.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയായിരുന്നു മുട്ടിൽ മരമുറി കേസ്. അഗസ്റ്റിൻ സഹോദരങ്ങൾ പ്രതികളായ കേസിൽ പല ഉന്നതർക്കും പങ്കുണ്ടെന്ന് വ്യക്തമാണ്. എന്നാൽ FIR രജിസ്റ്റർ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം വഴിമുട്ടിയ അവസ്ഥ. 42 കേസുകളിൽ 19 എണ്ണത്തിൽ ഇനിയും കുറ്റപത്രം നൽകിയിട്ടില്ല. മരം മുറിക്കാൻ ഉത്തരവിറക്കിയ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി A. ജയതിലകിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചില്ല. മുൻ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യുവാണ് ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. കേസിൽ കുറ്റപത്രങ്ങൾ വൈകുമ്പോഴും ഭൂവുടമകളായ കർഷകർക്കും ആദിവാസികൾക്കുമെതിരെ റവന്യൂ വകുപ്പ് നടപടികൾ തുടരുകയാണ്. മരമുറി കേസിൽ 5 വർഷമായിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം വൈകുകയാണ്. റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആൻഡ്രു അഗസ്റ്റിൻ എന്നിവർ പ്രതികളായ ആകെ 42 കേസുകളാണ് ഉള്ളത്. ഇതിൽ 19 കേസുകളിൽ ഇനിയും കുറ്റപത്രം നൽകിയിട്ടില്ല. അതിനിടെയാണ് ഭൂവുടമകളായ കർഷകർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും എതിരെയുള്ള റവന്യൂ വകുപ്പിന്റെ നടപടി. 29 കർഷകരുടെ അപ്പീലാണ് അപാകത ആരോപിച്ച് തള്ളിയത്. മരം മുറിക്ക് കാരണമായ ഉത്തരവിറക്കിയ അന്നത്തെ റവന്യൂ സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ A. ജയതിലകിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും പങ്ക് അന്വേഷിച്ചില്ലെന്നാണ് ഉയരുന്ന ആരോപണം. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യു ആണ് ശക്തമായ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നത്. നിയമവിരുദ്ധമായ ഉത്തരവ് 24/10/2020 ഇറക്കിയ അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ജയതിലക്, അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിൻ്റെയോടൊപ്പം റവന്യൂവിലെ മറ്റ് ചില ഉദ്യോഗസ്ഥരുമുണ്ട്. അവരുടെയും റോളുകളും കൂടി തീർച്ചയായിട്ടും ഇതിൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതായിരുന്നു. ഒരു കൃത്യമായ പ്രോസിക്യൂഷൻ നടത്തണമെങ്കിൽ, ഒരു സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റോളും കൂടി അന്വേഷിച്ചു കൊണ്ടുവേണ്ടിയിരുന്നു ഈ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കാം. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ കർഷകരെ വീണ്ടും റവന്യൂ നടപടിയുടെ ഭാഗമായി ബലിയാടാക്കുകയാണെന്നാണ് പരാതി. പോലീസ് കേസിനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വനം വകുപ്പിന്റെ കേസുകളിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പിടിച്ചെടുത്ത് കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈട്ടിത്തടികൾ ഉൾപ്പെടെ നശിക്കുമ്പോഴും അത് സംരക്ഷിക്കാൻ സൗത്ത് വയനാട് DFOയുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നുമില്ല. ന്യൂസ് 18 വയനാട്. ED ഉദ്യോഗസ്ഥൻ കേസ് ഒതുക്കാൻ 2.5 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതി കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു. കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിൻ്റെ പരാതിയിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കേസുമെടുത്തതാണ്. സംഭവത്തിന് പിന്നാലെ പരാതിക്കാരനായ അനീഷ് ബാബുവിനെ പൂട്ടാനുള്ള നീക്കത്തിലാണ് ED. പരാതിക്കാരൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED അയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ED കേസിൽ മുൻകൂർ ജാമ്യത്തിനായി അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചു. അനീഷ് ബാബുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 5.5 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ കൈക്കൂലി ആരോപണമുയർത്തി രംഗത്തെത്തിയ അനീഷ് ബാബുവിന്റെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. അനീഷ് ബാബുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. കൊട്ടാരക്കരയിലെ വീടും റബ്ബർ എസ്റ്റേറ്റും 2 കമ്പനികളും കണ്ടുകെട്ടിയിട്ടുണ്ട്. കണ്ടുകെട്ടിയ സ്വത്ത് വകകളുടെ മൂല്യം 5.5 കോടി രൂപ വരും. ഇതിനൊപ്പം അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് ED കടന്നിട്ടുണ്ട്. അനീഷിന് വീണ്ടും ED ചോദ്യം ചെയ്യും. EDയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അനീഷ് ബാബുവിന്റെ പരാതിയിലായിരുന്നു ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത്. കഴിഞ്ഞ മെയ് മാസമാണ് ED ഉദ്യോഗസ്ഥർക്കെന്ന പേരിൽ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ 2 ഏജന്റുമാർ പിടിയിലായത്. കേസിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. ന്യൂസ് 18 കൊച്ചി. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ തിരക്കുണ്ടെങ്കിൽ സഹയാത്രക്കാരുടെ ദേഹത്തും കാലിലുമൊക്കെ തട്ടിയെന്നും അബദ്ധത്തിൽ ചവിട്ടിയെന്നും ഒക്കെ ഇരിക്കും. എന്നാൽ അതിൻ്റെ പേരിൽ പ്രശ്നം സൃഷ്ടിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ബസ്സിൽ വെച്ച് അറിയാതെ കാലിൽ ചവിട്ടിയെന്ന് പറഞ്ഞ് യുവാവ് മർദ്ദിച്ചത് സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ഒരു വയോധികനെയാണ്. കേസിൽ പെരിന്തൽമണ്ണ വിടാത്തി സ്വദേശി ഷക്കീർ ബാബയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
നിരവധി കേസുകൾ പ്രതിയാണ് ഷഹീർ എന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. താഴേക്കോട് സ്വദേശി ഹംസയ്ക്കാണ് യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കാലിൽ ചവിട്ടിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് യുവാവ് വയോധികനെ ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. മർദ്ദനത്തിൽ ഹംസയുടെ മൂക്കിന്റെ എല്ല് പൊട്ടുകയും തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഷഹീർ ബാവ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളെയും പൂട്ടാൻ രാത്രി സമയങ്ങളിൽ പോലീസിന്റെ പരിശോധന പലയിടങ്ങളിലുമുണ്ട്. സംശയകരമായി കാണുന്നവരെ ചോദ്യം ചെയ്യും. ഇങ്ങനെ മലപ്പുറം പുത്തനത്താണിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികൾ പിടിയിലായി. ലഹരി വിൽപ്പനയ്ക്കിടെയാണ് യുവാക്കൾ വലയിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA കണ്ടെടുത്തു. പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനിടെ 2 പോലീസുകാർക്കും പരിക്കേറ്റു. മലപ്പുറം പുത്തനത്താണിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMAയുമായി 2 യുവാക്കളെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കിപ്പറമ്പ് കുണ്ടൂർ സ്വദേശികളായ 2 യുവാക്കളാണ് അറസ്റ്റിലായത്. തെന്നല പൂക്കിപ്പറമ്പ് സ്വദേശി ചാത്തേരി ജുനൈസ്, കുണ്ടൂർ സ്വദേശി മച്ചിങ്ങൽ ഇസഹാക്ക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴാണ് ഇരുവരും മാരക മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലാകുന്നത്. ഇരുവരിൽ നിന്നും 14 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. മഫ്തിയിലായിരുന്നു മറ്റൊരു കേസിലെ പ്രതിയെ തിരഞ്ഞ് പോലീസ് എത്തിയത്. ഇതിനിടയിൽ പ്രതികളെ കണ്ട് സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് MDMA പിടിച്ചെടുക്കുന്നത്. NDPS നോക്കുന്നതിന് വേണ്ടി മറ്റുമൊക്കെ ആയിട്ട് പട്രോളിങ്ങിന് പോയിരുന്നു. ഇവര് മഫ്തിയിലായിരുന്നു. അങ്ങനെയുള്ള പരിശോധനകളിലെല്ലാം ഒരു കാറ് സംശയകരമായി കണ്ട് കാറിൽ നോക്കിയപ്പോഴേക്ക് അയാൾ പെട്ടെന്ന് കാറെടുത്ത് പോകാൻ ശ്രമിക്കുകയും അങ്ങനെ ബലമായി പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോൾ കാറിനകത്ത് MDMA ഏകദേശം 14 ഗ്രാമോളം MDMA പിടിച്ചു. അങ്ങനെ 2 പ്രതികളെയും പിടിച്ചു. ഒരു കാറും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ സമയത്ത് SIക്കും ഒരു പോലീസുകാരനും പരിക്ക് പറ്റി. SI വിശാഖ് പോലീസുകാരനും പരിക്കുണ്ട്. ചില്ലറ വിൽപ്പനയ്ക്കായി 3 പ്രതികളായാണ് MDMA എത്തിച്ചത്. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. ഇതിനിടെ പോലീസുകാരുടെ കൈക്ക് പരിക്കേറ്റു. പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്വർണം വാങ്ങിയ കൽപേഷിനെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജ്വല്ലറി ഉടമ പറഞ്ഞതനുസരിച്ചാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്ന് കൽപേഷ് പറയുന്നു. ഉടമയുടെ നിർദ്ദേശമനുസരിച്ച് താൻ സ്വർണവും മറ്റു ഉരുപ്പടികളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്നും ഇയാൾ മൊഴി നൽകി. ചെന്നൈയിലെ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ്. 13 വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരികയാണ്. ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ. ശബരിമലയിലെ കട്ടിള കൊണ്ടുപോയി സ്വർണം എടുത്ത കേസിൽ 2ാം പ്രതിയാണ് കൽപേഷ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത്. ജ്വല്ലറി ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കൽപേഷ് പറഞ്ഞു. അതിനിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ശബരിമലയിൽ ഉൾപ്പെടെ വൈകാതെ തെളിവെടുപ്പ് നടത്തിയേക്കും. ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തുക. ഉദ്യോഗസ്ഥർ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കുമെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ന്യൂസ്
ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് അച്ചാംതുരുത്തിയിലെ CPM ഓഫീസിന് നേരെ ആക്രമണം നടത്തിയ കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഓഫീസിലേക്ക് പടക്കമെറിയുകയും സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. വള്ളംകളി മത്സരത്തിന്റെ വിജയാഘോഷത്തിന്റെ മറവിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് CPM ആരോപിക്കുന്നു. ചെറുവത്തൂർ അച്ചാംതുരുത്തിയിൽ CPIM ബ്രാഞ്ച് ഓഫീസും അഴീക്കോടൻ ക്ലബ്ബും പ്രവർത്തിക്കുന്ന അഴീക്കോടൻ മന്ദിരത്തിന് നേരെയായിരുന്നു ആക്രമണം. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് വള്ളുവൻകടവിൽ നടന്ന വള്ളംകളിയുടെ വിജയാഹ്ലാദത്തിന്റെ മറവിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് അഴീക്കോടൻ മന്ദിരത്തിന് നേരെ പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് CPIM ആരോപിച്ചു. പാർട്ടി പ്രവർത്തകരെത്തിയതോടെ കോൺഗ്രസ് അക്രമി സംഘം പിൻവാങ്ങിയതായും ഇതിനുശേഷം വള്ളംകളി കാണാൻ പോയി മടങ്ങി വന്ന അഴീക്കോടൻ ക്ലബിന്റെ വനിതാ പ്രവർത്തകരെ അടക്കം കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായും CPM കുറ്റപ്പെടുത്തി. ആക്രമണത്തിൽ പരിക്കേറ്റ DYFI മേഖലാ കമ്മിറ്റി അംഗം ബബിത ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വള്ളംകളിയിൽ നമ്മൾ 45 അടങ്ങുന്ന സ്ത്രീകളും കുട്ടികളടങ്ങുന്ന ബസ് തിരികെ വരുന്ന സമയത്ത് അച്ചാംതുരുത്തി അഴീക്കോടൻ ജംഗ്ഷനിൽ വെച്ചിട്ട് കുറച്ച് അച്ചാംതുരുത്തി പടിഞ്ഞാറിലെ കുറച്ച് ആൾക്കാർ വന്ന് തടയുകയായിരുന്നു. നമ്മൾ ബസ്സിൽ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടായിട്ടു. തടഞ്ഞു നിർത്തി വെടിപൊട്ടിക്കലും പിന്നെ ഒരുപാട് ബഹളങ്ങളൊന്നും ഉണ്ടാക്കി. കുട്ടികളെല്ലാം കരയുന്ന അവസ്ഥയിൽ വരെ എത്തി. നമ്മളെ ബസ്സിൽ ഇറങ്ങാൻ വിടാത്ത സാഹചര്യം വരെ ഉണ്ടായി. ഇതിനെതിരെ പ്രതികരിക്കാൻ എല്ലാ സ്ത്രീകളും മുന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് അധികൃതർ വന്നിട്ട് കൈപിടിച്ച് പിന്നെ പുറകോട്ട് തള്ളുകയായിരുന്നു. വള്ളംകളിയുടെ മറവിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണത്തിൽ CPIM പ്രതിഷേധിച്ചു. സംഭവത്തിൽ ചന്ദേര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീണ്ടും ഗുരുതര വീഴ്ച. വിഷം കഴിച്ച് മരിച്ച വ്യക്തിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നാണ് പരാതി. മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബന്ധുക്കൾക്ക് കൈമാറിയത്. അബദ്ധം മനസ്സിലായതോടെ മൃതദേഹം പൊതുദർശനത്തിനിടെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. വീഴ്ച സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 25-നാണ് മുണ്ടൂർ സ്വദേശിയായ സദാശിവനെ വിഷം അകത്ത് ചെന്ന നിലയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ചികിത്സയിൽ തുടരവേ ഇന്നലെ വൈകിട്ട് 5:30 സദാശിവൻ മരിച്ചു. മൃതദേഹം വൈകാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നാൽ മൃതദേഹം മുണ്ടൂരിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനം നടത്തുന്നതിനിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിട്ടുപോയതായി അറിയിച്ച് ആശുപത്രി അധികൃതർ പോലീസുമായി എത്തി ബന്ധുക്കളെ സമീപിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതോടെ സ്വന്തം ചെലവിൽ മൃതദേഹം വീണ്ടും ആശുപത്രിയിൽ എത്തിച്ച് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്തു. സംഭവത്തിൽ ഗുരുതര വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ആരോപണമുയർന്നു. വീഴ്ച സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. നമ്മുടെ പല കുടുംബങ്ങളുടെയും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നത് മദ്യവും ലഹരിയുമാണ്. മദ്യപിച്ച് ലക്കുകെട്ടെത്തുന്ന ഭർത്താക്കന്മാരും ലഹരിയിൽ അഴിഞ്ഞാടുന്ന മക്കളും വീട്ടിലെ സ്ത്രീകൾക്ക് കണ്ണീർ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഒടുവിൽ ലഹരി മൂത്ത് അക്രമവും കൊലപാതകവും വരെ സംഭവിക്കുന്ന കാഴ്ച. എറണാകുളം വടക്കൻ പറവൂരിൽ വീട്ടമ്മയെ ഭർത്താവ് അടിച്ചു കൊന്നത് മദ്യലഹരിയിലാണ്. വൈകുന്നേരം 3 മണിയോടെ മദ്യപിച്ച് വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ അകാരണമായി ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു. അതിനിടെ ഭാര്യ കോമളത്തെ ഇരുമ്പുവടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇവരുടെ ഭിന്നശേഷിയുള്ള മകനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അച്ഛൻ്റെ ക്രൂരതയിൽ അമ്മയെ നഷ്ടപ്പെട്ട് അനാഥനായ ആ മകനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് വല്ലാത്ത വേദന. വീട്ടിൽ വഴക്കും പ്രശ്നവും സൃഷ്ടിക്കുന്ന ദമ്പതികൾ കുട്ടികളെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? കുടുംബ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.